കൂടി ബ്രഹ്മാണ്ടങ്ങളുടെ തോന്നലുളവാക്കാൻ ഭഗവാന് പറ്റുമെങ്കിൽ ഭഗവാൻ സത്യത്തെയും അതേ രീതിയിൽ വെളിപ്പെടുത്തി തൻ്റെ മായയെ ആശ്രയിച്ച് തന്നെ അത് ഉപനിഷത്തുക്കൾ ഏതു കാലത്ത് രചിക്കപ്പെട്ടുവെന്നോ ആര് രചിച്ചുവെന്നോ ഇന്നും ആർക്കും അറിവില്ല. അതുകൊണ്ട് ആകയാൽ മോക്ഷാർത്ഥിയാകിൽ ദുഃഖം കുറയണമോ ഒരൊറ്റ മാർഗം. മോക്ഷം എന്ന് പറഞ്ഞാൽ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പരലോകത്ത് പോയി എന്തൊക്കെയോ അനുഭവിക്കുന്നതാണ്. അങ്ങേയറ്റം തെറ്റാണ്. ഇഹൈവ ചേത് അവേദീദഥ സത്യമസ്തി. ഇവിടെ വച്ചറിയുമോ സത്യമുണ്ട്. ഇതാണ് ഉപനിഷത്തിന്റെ പ്രഖ്യാപനം. ഇവിടെ നിന്ന് പോയിട്ട് ഇനി ഒന്നും അറിയാനില്ല, ഒരു ദുഃഖമോചനവും കിട്ടാനുമില്ല. ഇവിടെ നിന്ന് എവിടെ പോകാൻ ഒരിടത്തും പോകാനുമില്ല. പോകലൊക്കെ ഭ്രമം. സ്വർഗവും നരകവും ഒക്കെ മനസ്സിൻ്റെ വെറും ഭ്രമം. അതൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഭൂമിയിൽ, ഈ ഗന്ധർവ നഗരത്തിൽ, ഇന്നലെ രാമൻ പറഞ്ഞതുപോലുള്ള ഗന്ധർവ നഗരത്തിൽ എല്ലാം ഉണ്ടിവിടെ, സ്വർഗവും നരകവും എല്ലാം. അപ്പോൾ ആകയാൽ മോക്ഷാർത്ഥിയാകിൽ ദുഃഖം കുറയണമോ വിദ്യാഭ്യാസം ഏകാന്തചേതസാ ചെയ്യുക വേണ്ടുന്നതും നല്ല ഓർമ്മിക്കണം. ഇവിടുത്തെ വിദ്യാഭ്യാസം ഇന്നറിയുന്നത് പോലുള്ള ഭൗതിക ശാസ്ത്രവും ഭൗതിക വിജ്ഞാനവും അല്ല. അത് വിദ്യാഭ്യാസം തന്നെ. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് നിശ്ചയമായിട്ടും വേണം. ഭൗതിക വിദ്യാഭ്യാസവും അറിവും ഒക്കെ അത്യാവശ്യം. പക്ഷെ അതിനോടുകൂടി നിലനിൽപ്പിൻ്റെ ശാസ്ത്രീയമായ അറിയപ്പെട്ട പൊരുൾ കൂടെ കൂട്ടിച്ചേർക്കണം. വാസ്തവത്തിൽ അതുകൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നെങ്കിൽ ഈ ചന്ദ്രനിൽ പോക്കും സൂര്യനിൽ പോക്കും ഒക്കെ സഫലമായെന്നെ. ഇന്ന് അതിനൊന്നും കാര്യമായ ഒരു പ്രയോജനവുമില്ല. ഒരു പ്രയോജനവും. എന്താ ചന്ദ്രനിൽ പോയിട്ട് എന്താ പ്രയോജനം? അതൊന്നും പോട്ടാന്ന് വേദാന്തത്തിന് ഒരിക്കലും അഭിപ്രായമില്ല. അങ്ങനെ അഭിപ്രായപ്പെട്ടാൽ നടക്കുകയുമില്ല. നിങ്ങൾ ഇതുകൂടെ കൂട്ടിച്ചേർക്കൂ.